ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDF UDF രാഷ്ട്രീയ പോര് മുറുകുന്നു. അന്വേഷണ രീതിയെക്കുറിച്ച് പരാതിയുണ്ടെന്ന ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. UDF അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ LDF പ്രതിരോധത്തിലായിരുന്ന സമയത്താണ് UDF കൺവീനറെ SIT ചോദ്യം ചെയ്യുമെന്ന വിവരം പുറത്തുവരുന്നത്. വിഷയത്തിൽ മേൽക്കൈ നേടിയിരുന്ന UDFനെ അടിക്കാൻ പറ്റിയ പ്രധാന ആയുധമായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പഴയ വാക്കുകൾ കടമെടുത്താണ് ഭരണപക്ഷത്തിന്റെ തിരിച്ചടി. തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി? എന്തുകൊണ്ടാണ് UDF നേതാവിനെ UDF കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ SITയെ തന്നെ തള്ളിപ്പറയുന്നത്? ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന് പിന്നിലെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഞങ്ങളെ ഒക്കെ നേരിട്ട് അറിയിച്ചാൽ, എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല, ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഇടപെട്ടുവെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ കേരള സർക്കാരിൻ്റെതാണെന്നും അന്വേഷണത്തിൽ സംശയങ്ങളുണ്ടെന്നും KC വേണുഗോപാൽ. അപ്പോൾ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ചോദ്യം ചെയ്യലിൽ പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് SITയുടെ ഒരു പറയുന്നത്. നിങ്ങൾ അറിഞ്ഞല്ലോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നുണ്ട് കാര്യം. കടകംപള്ളിനെ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ എന്താ അറിഞ്ഞത്? ചോദ്യം ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ അറിഞ്ഞത്? അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട്. CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പോൾ SITയിൽ വെച്ചിരിക്കുന്നു. അത് SITയിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്വേഷണം തടസ്സപ്പെടുത്താനാണ് UDF ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്വേഷണം കോൺഗ്രസ് ഐയുടെ നേതാക്കന്മാരായ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ളവരുടെ നേരെ നീങ്ങുന്നു എന്ന് വരുമ്പോൾ തികച്ചും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് SITയെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടി ഉണ്ടാകുമ്പോൾ വീട് കിട്ടിയ ഒരായുധം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് LDFന്റെ ശ്രമം. മീഡിയ 1 തിരുവനന്തപുരം.